ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വെർച്വൽ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേട്ടറ്റിന് എല്ലാ കാറ്റഗറിക്കും കോമൺ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി, പെഡഗോഗി, തിയറീസ് ഓഫ് ലേണിംഗ് ഇവയൊക്കെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് സൈക്കോളജിയിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. First question, Smith is a 10th standard student and according to Piaget, Smith is an stage of thinking which is called 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സുമിത് എന്ന കുട്ടി. പിയാഷയുടെ കണ്ടെത്തൽ പ്രകാരം സ്മിത്ത് ഈസ് ഇൻ എ സ്റ്റേജ് ഓഫ് തിങ്കിങ് ആണ്. വിച്ച് ഈസ് കോൾഡ്, അതിന് നമുക്ക് എന്തെന്ന് പറയാം? ഉത്തരം ഫോർമൽ ഓപ്പറേഷൻസ്. അടുത്ത ക്വസ്റ്റ്യൻ, റണ്ണിങ് ഓഫ് വേർഡ്സ് ടുഗദർ ഈസ് എ സ്പീച്ച് ഡിഫക്റ്റ് നോൺ ആസ്. ഭാഷണ വൈകല്യത്തിൽ റണ്ണിങ് ഓഫ് വേർഡ്സ് ടുഗദർ എന്നത് ഏത് സ്പീച്ച് ഡിഫക്റ്റ് ആണ്? ഉത്തരം ലിസ്പിംഗ് ആണ്, അതായത് കൊഞ്ഞപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ ഓൺ ഡൊമസ്റ്റിക് വയലൻസ് വാസ് ബ്രോട്ട് ഇൻ ടു ഫോഴ്സ് ബൈ ദ ഇന്ത്യൻ ഗവൺമെൻറ് ഇൻ ദ ഇയർ. അതായത് നമ്മുടെ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് നിലവിൽ വന്നത് ഉത്തരം 2006. അടുത്ത ക്വസ്റ്റ്യൻ, നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് പ്രൊപ്പോസ്ഡ് ബൈ, അതായത് NCF പ്രൊപ്പോസ്ഡ് ബൈ. ഉത്തരം NCERT. NCERT ആണ് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് പ്രൊപ്പോസ് ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ, NCERT എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ. NCERT നിലവിൽ വന്നത് 1961. അടുത്ത ക്വസ്റ്റ്യൻ, എ സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റി ദാറ്റ് എഫക്ട് റീഡിംഗ് ആൻഡ് റിലേറ്റഡ് ലാംഗ്വേജ് ബേസ്ഡ് പ്രോസസ്സിംഗ് സ്കിൽസ് ക്യാൻ ബി കോൾഡ്. അതായത് വായിക്കുന്നതിനോ അല്ലെങ്കിൽ ലാംഗ്വേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കുട്ടികൾക്കുള്ള ഡിഫക്റ്റ്, അതിനെ അഫക്റ്റ് ചെയ്യുന്ന ആ ഒരു സ്കിൽസിനെ അഫക്റ്റ് ചെയ്യുന്ന ലേണിംഗ് ഡിസബിലിറ്റിക്ക് പറയുന്ന പേരെന്ത്? ഓപ്ഷനിൽ നമുക്ക് ഡിസ്ഗ്രാഫിയ, ഡിസ്ലെക്സിയ, അങ്ങനെ കുറച്ചധികം ഡിസബിലിറ്റി, ലേണിംഗ് ഡിസബിലിറ്റീസ് തന്നിട്ടുണ്ട്. ഇവിടെ പറയുന്നത്, അതായത് ലാംഗ്വേജുമായി ബേസ് ചെയ്തിട്ടുള്ള ഡിഫക്റ്റ് എന്ന് പറയുന്നത് ഉത്തരം ഡിസ്ലെക്സിയ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് സ്റ്റേജ് ഈസ് നോട്ട് ഇൻവോൾവ്ഡ് ഇൻ ദ മെമ്മറി പ്രോസസ്? വിച്ച് സ്റ്റേജ് ഈസ് നോട്ട് ഇൻവോൾവ്ഡ് ഇൻ ദ മെമ്മറി പ്രോസസ്? ഉത്തരം ഇന്റർഫറൻസ്. അതായത് നമുക്ക് ഓപ്ഷനിൽ തന്നിരിക്കുന്നത് ബാക്കി എൻകോഡിംഗ്, സ്റ്റോറേജ്, റിട്രീവൽ എന്നിവയൊക്കെയാണ്. അതിൽ നമ്മുടെ ഈ പറഞ്ഞ മെമ്മറിയുമായി ബന്ധമില്ലാത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് ഇന്റർഫറൻസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഡെവലപ്മെന്റൽ ഡിസോർഡർ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഡെവലപ്മെന്റൽ ഡിസോർഡർ? ഓപ്ഷൻസ് കണ്ടക്ട് ഡിസോർഡർ, ഓട്ടിസം, ഡിപ്രഷൻ, ഫോബിയ. താഴെ തന്നിരിക്കുന്ന ഈ പറഞ്ഞ ഓപ്ഷൻസിൽ ഏതാണ് ഒരു ഡെവലപ്മെന്റൽ ഡിസോർഡറിന് ഉദാഹരണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഉത്തരം ഓട്ടിസം. സൈനറ്റിക്സ് ഈസ് എ ടെക്നിക് ഡിസൈൻ ഫോർ പ്രൊമോട്ടിംഗ്. ഉത്തരം ക്രിയേറ്റീവ് സ്റ്റുഡൻസ്. അതായത് ക്രിയേറ്റിവിറ്റി, സർഗപരതയെ പരിപോഷിപ്പിക്കുന്നതിനുള്ള ഒരു 3 ടെക്നിക്ക് ഉണ്ട്. ആ ടെക്നിക്കിൽ പെടുന്നതാണ് ഈ സയനറ്റിക്സ് എന്നത്. അപ്പോൾ സയനറ്റിക്സ് എന്ന ടെക്നിക്ക് ഉപയോഗിക്കുന്നത് ക്രിയേറ്റീവ് സ്റ്റുഡൻസിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് എ പെർഫോമൻസ് ടെസ്റ്റ് ഓഫ് ഇൻ്റലിജൻസ് ഈസ് ഡാഷ്. താഴെ 4 ഓപ്ഷനിൽ കുറച്ച് ടെസ്റ്റുകളുടെ പേരാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ പെർഫോമൻസ് ടെസ്റ്റ് ഓഫ് ഇൻ്റലിജൻസ് ഏതാണ്? ഉത്തരം അലക്സാണ്ടേഴ്സ് പാസ്ലോങ് ടെസ്റ്റ്. അലക്സാണ്ടേഴ്സ് പാസ്ലോങ് ടെസ്റ്റ് ആണ്. WP അലക്സാണ്ടർ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് ആണ് ഈ ടെസ്റ്റ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇതിൽ 7 to 20 ഏജിലുള്ള ആളുകളുടെ ഇൻ്റലിജൻസ് പെർഫോമൻസ് അളക്കുന്നതിനുള്ള ഒരു ടെസ്റ്റാണിത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഓവറോൾ ചേഞ്ചസ് ഇൻ ഓൾ ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻസ് ത്രൂ ഔട്ട് ദെയർ ലൈഫ് സ്പാൻ ഈസ് റെഫേർഡ് ആസ് ഡാഷ്. ഉത്തരം ഡെവലപ്മെൻറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പാൻഡ് IEP ഇൻ ഇൻക്ലൂസീവ് സെറ്റപ്പ്. IEP എന്നതുകൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നത്? ഉത്തരം ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്ലാൻ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ലേണർ സെൻറ്റേർഡ് ടീച്ചിങ് സ്ട്രാറ്റജി? താഴെ പറഞ്ഞിരിക്കുന്നവയിൽ ലേണർ സെൻറ്റേർഡ് ടീച്ചിങ് സ്ട്രാറ്റജി അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻസ്, ഓപ്ഷൻ എ കോപ്പറേറ്റീവ് ലേണിംഗ്, ഓപ്ഷൻ ബി ബ്രെയിൻ സ്റ്റോമിംഗ്, ഓപ്ഷൻ സി ഡിസ്കഷൻ, ഓപ്ഷൻ ഡി ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ. ഉത്തരം ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ ആണ് ലേണിംഗ് സെൻറ്റേർഡ് ടീച്ചിങ് സ്ട്രാറ്റജി അല്ലാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് ദ ലീസ്റ്റ് അഫക്റ്റിംഗ് ഫാക്ടർ ഇൻ ലേണിംഗ്? ലേണിങ്ങിനെ ലീസ്റ്റ്ലി അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടർ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ്, മോട്ടിവേഷൻ, ഓപ്ഷൻ ബി സോഷ്യൽ സ്റ്റാറ്റസ്, ഓപ്ഷൻ സി ഇൻ്റലിജൻസ്, ഓപ്ഷൻ ഡി ഇൻട്രസ്റ്റ്. ഇതിൽ സോഷ്യൽ സ്റ്റാറ്റസ് ആണ് ലീസ്റ്റ്ലി ലേണിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത്.
അടുത്ത ക്വസ്റ്റ്യൻ, ബിഹേവിയേഴ്സ് ആർ acquired through associations between stimuli and responses. The theory associated with this view is, ഒരു വ്യക്തിയുടെ ബിഹേവിയർ അത് അക്വയർഡ് ചെയ്യുന്നത് സ്റ്റിമുലസും റെസ്പോൺസും തമ്മിലുള്ള അസോസിയേഷൻ വഴിയാണ് എന്ന് പറയുന്ന തിയറി ഏതെന്നാണ് ചോദ്യം. ഉത്തരം ബിഹേവിയറിസം. അടുത്ത ക്വസ്റ്റ്യൻ, an unconscious process where painful experience, shameful thoughts etc. are removed from conscious mind by pushing down them to unconscious mind. അതായത് നമുക്ക് വേദനാജനകമായ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഷെയിംഫുൾ തോട്ട്സ് ഇവയൊക്കെ എന്താണ് നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ നിന്നും മാറ്റി നിർത്തുന്നതിന് വേണ്ടിയിട്ട് ഇവയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, പുഷിങ് ദം ഡൗൺ ടു അൺകോൺഷ്യസ് മൈൻഡ്, അതായത് നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് ഇവയെല്ലാം ഒതുക്കി വെക്കുന്നു. ഈ ഒരു പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്താണ്? ഉത്തരം റിപ്രഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, memory that allows recall for a period of several seconds to a minute without rehearsal is termed as, ഒന്നുകൂടി പറയാം, memory that allows recall for a period of several seconds to a minute without rehearsal is termed as. ഉത്തരം ഷോർട്ട് ടേം മെമ്മറി. അതായത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും പല തവണ റിഹേഴ്സൽ ചെയ്ത് പഠിക്കുമ്പോൾ നമുക്കത് കൂടുതൽ നാളേക്ക്, അതായത് ലോങ് ടേം മെമ്മറിയിൽ സൂക്ഷിക്കാനായിട്ട് സാധിക്കുന്നു. പക്ഷേ റിഹേഴ്സൽ ഒന്നും കൂടാണ്ട് ഒരു കാര്യം നമ്മൾ പഠിച്ചത് എന്തോ ആകട്ടെ, ഒരു കാര്യം കുറച്ച് ടൈമിലേക്ക് ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിലേക്ക് നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന ആ ഒരു ഇതിന് പറയുന്നത് ഷോർട്ട് ടേം മെമ്മറി എന്നാണ് പറയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഇൻഫ്ലുവൻസ് ഓഫ് ഫ്രണ്ട്സ് എസ്പെഷ്യലി ഓഫ് അഡോളസൻസ് ആൻഡ് മോസ്റ്റ് ഓഫൻ എ മേജർ കോൺട്രിബ്യൂട്ടർ ടു ദ ഇനിഷ്യേഷൻ ഓഫ് സബ്സ്റ്റൻസ് അബ്യൂസ് ഈസ്. അതായത് അഡോളസെന്റ് ഏജിലുള്ള ഒരു കുട്ടി ഈ പറഞ്ഞ സബ്സ്റ്റൻസ് അബ്യൂസ്, അതായത് ലീഗലി അല്ലെങ്കിൽ ഇല്ലീഗലി ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് കുട്ടികൾ അതിന് അഡിക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നു. അതായത് അഡോളസെന്റ് ഏജിലുള്ള കുട്ടികൾ അങ്ങനെയുള്ള സബ്സ്റ്റൻസ് അബ്യൂസ് തുടങ്ങാൻ കാരണം അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫ്രണ്ട്സ്, ആ ഒരു ഗ്രൂപ്പിന് പറയുന്ന പേരെന്താണെന്ന് നമുക്ക് ഓപ്ഷനിൽ തന്നിരിക്കുന്നത് പിയർ പ്രഷർ, ഗ്രൂപ്പ് പ്രഷർ, കൊഹിഷൻ, ഇൻട്രാ പേഴ്സണൽ റിലേഷൻഷിപ്പ് എന്നിവയാണ്. ഇതിൽ ഇങ്ങനെ നമുക്ക് എന്താണ് സബ്സ്റ്റൻസ് അബ്യൂസ് കുട്ടികൾ തുടങ്ങാൻ കാരണമാകുന്നത് എന്തായിരിക്കും? ഉത്തരം പിയർ പ്രഷറും കൊണ്ടാണ്. അതായത് ഒരേ ഏജിലുള്ള കുട്ടികളുടെ ആ ഒരു ഗ്യാങ്ങിലുള്ള മെമ്പേഴ്സിന്റെ പ്രഷർ കൊണ്ടാണ് കുട്ടികൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ തുടങ്ങാൻ കാരണം. അടുത്ത ക്വസ്റ്റ്യൻ, എ ഗുഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് പ്രോഗ്രസീവ് ടീച്ചർ ഈസ്. ഒരു പ്രോഗ്രസീവ് ടീച്ചറിന്റെ ഗുഡ് ഡിസ്ക്രിപ്ഷൻ ഏതാണെന്ന് ചോദിച്ചിരിക്കുകയാണ്. താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഒന്ന് വായിക്കാം. ഫോളോസ് ട്രഡീഷണൽ സ്റ്റൈൽ ഓഫ് ടീച്ചിങ്. ഓപ്ഷൻ ബി, റിസർവോയർ ഓഫ് കണ്ടന്റ് നോളജ്. ഓപ്ഷൻ സി, അലൗസ് ഫ്ലെക്സിബിലിറ്റി ഇൻ ക്ലാസ് റൂം. ഓപ്ഷൻ ഡി, ഫോളോസ് ലീനിയർ ഇൻസ്ട്രക്ഷൻ. ഉത്തരം അലൗസ് ഫ്ലെക്സിബിലിറ്റി ഇൻ ക്ലാസ് റൂം. അപ്പോൾ ക്ലാസ്സിലൊരു ഫ്ലെക്സിബിലിറ്റി അലൗ ചെയ്യുക എന്നത് ഒരു പ്രോഗ്രസീവ് ടീച്ചറിന്റെ ഗുഡ് ഡിസ്ക്രിപ്ഷൻ ആണെന്നാണ് പറയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ഗാഗ്നേഴ്സ് ഹൈറാർക്കി ഓഫ് ലേണിംഗ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ഫോക്കസ് ഓൺ കോഗ്നിറ്റീവ് ആസ്പെക്ട്സ്. ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ, പ്രോബ്ലം സോൾവിംഗ്. ഓപ്ഷൻ ബി, പ്രിൻസിപ്പൽ ലേണിംഗ്. ഓപ്ഷൻ സി, സിഗ്നൽ ലേണിംഗ്. ഓപ്ഷൻ ഡി, കൺസെപ്റ്റ് ലേണിംഗ്. ഉത്തരം ഓപ്ഷൻ സി, സിഗ്നൽ ലേണിംഗ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഹ്യൂമനിസ്റ്റിക് മോഡൽ ഓഫ് ഹൈറാർക്കി ഓഫ് നീഡ്സ് വാസ് ഡെവലപ്ഡ് ബൈ. ഉത്തരം അബ്രഹാം മാസ്ലോ. The application of skills, knowledge and attitudes that were learned in one situation is transferred to another learning situation is called transfer of learning. നമ്മൾ ഒന്ന് പഠിച്ച കാര്യം മറ്റേതെങ്കിലും കാലത്ത് നമ്മൾ മറ്റൊരു കാര്യം പഠിക്കുമ്പോൾ അത് നമുക്ക് ഉപകാരപ്രദമാകുന്നുവല്ലേ, അല്ലെങ്കിൽ ആ ഒരു പഠിച്ച കാര്യം ഏതെങ്കിലും തരത്തിൽ ഇതിലേക്ക് എഫക്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ അതിന് നമുക്ക് എന്തെന്ന് പറയാം? ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ, ചീഫ് എക്സ്പോണന്റ് ഓഫ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം. സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിന്റെ ചീഫ് എക്സ്പോണന്റ് ആര്? ഉത്തരം വൈഗോട്സ്കി. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് സ്റ്റേജ് ഫോർ ക്രിയേറ്റീവ് തിങ്കിങ് ഈസ്. ക്രിയേറ്റീവ് തിങ്കിങ്ങിന്റെ സ്റ്റേജസിലെ ഏറ്റവും ആദ്യത്തേത് ഏതാണ്? ഉത്തരം പ്രിപ്പറേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഹു പ്രൊപ്പോസ്ഡ് ദ കൺസെപ്റ്റ് ഓഫ് ഫുൾ ഫങ്ഷനിങ് പേഴ്സണാലിറ്റി. Who proposed the concept of full functioning personality എന്ന ആ ഒരു കൺസെപ്റ്റ് ആരാണ് പ്രപ്പോസ് ചെയ്തത്? ഉത്തരം കാൾ റോജേഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, നെയിം ദ അനിമൽ സൈഡ് ഓഫ് മാൻസ് നേച്ചർ അക്കോർഡിംഗ് ടു ജങ്സ് തിയറി. നെയിം ദ അനിമൽ സൈഡ് ഓഫ് മാൻസ് നേച്ചർ അക്കോർഡിംഗ് ടു ജങ്സ് തിയറി. ആൻസർ ഷാഡോ.
അടുത്ത ക്വസ്റ്റ്യൻ, സെലക്ട് ദ നെയിം ഹു പ്രൊപ്പോസ്ഡ് സൈക്കോ സോഷ്യൽ തിയറി. സൈക്കോ സോഷ്യൽ തിയറി ആരാണ് പ്രൊപ്പോസ് ചെയ്തത്? ഉത്തരം എറിക്സൺ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ടേം ഇമോഷണൽ ഇന്റലിജൻസ് വാസ് കോയിൻഡ് ബൈ. ദ ടേം ഇമോഷണൽ ഇന്റലിജൻസ് വാസ് കോയിൻഡ് ബൈ. ആൻസർ ഗോൾഡ്മാൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഹു ഇൻട്രൊഡ്യൂസ്ഡ് ദ ടേം ഇന്റലിജൻസ് കോഷ്യൻസ്. IQ എന്ന ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? ഉത്തരം വില്യം സ്റ്റേൺ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഓതർ ഓഫ് ദ ബുക്ക് കണ്ടീഷൻഡ് റിഫ്ലെക്സസ്. കണ്ടീഷൻഡ് റിഫ്ലെക്സസ് ആരുടെ ബുക്കാണ്? ഉത്തരം ഇവാൻ പാവ്ലോവ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ബുക്ക് നെയിംഡ് ദ ലാംഗ്വേജ് ആൻഡ് തോട്ട് ഓഫ് ദ ചൈൽഡ് ഈസ് റിട്ടൺ ബൈ. ദ ലാംഗ്വേജ് ആൻഡ് തോട്ട് ഓഫ് ദ ചൈൽഡ് ആര് എഴുതിയ ഒരു ബുക്കാണ്? ഉത്തരം ജീൻ പിയാഷെ. അടുത്ത ക്വസ്റ്റ്യൻ, ലേണിംഗ് ഇൻ വൺ സിറ്റുവേഷൻ ഇൻഫ്ലുവൻസിങ് ലേണിംഗ് ഇൻ അനദർ സിറ്റുവേഷൻ. ലേണിംഗ് ഇൻ വൺ സിറ്റുവേഷൻ ഇൻഫ്ലുവൻസിങ് ലേണിംഗ് ഇൻ അനദർ സിറ്റുവേഷൻ ഈസ് കോൾഡ്. അതായത് ഒരിക്കൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ മുന്നോട്ടുള്ള നമ്മുടെ പഠനത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എങ്കിൽ അത് എന്താണ്? ഉത്തരം ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ആണ്. ഉത്തരം ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ, ആസ് പെർ NCF റെക്കമെൻഡേഷൻ ദ ടോട്ടൽ ടൈം ഫോർ ഹോംവർക്ക് ഈസ്. നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കിൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരം ടോട്ടൽ ടൈം ഫോർ ഹോംവർക്ക് എന്നത് ഉത്തരം 2 hours ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഇൻഡിവിജ്വൽ ബോത്ത് പോസിറ്റീവ് വാലൻസ് ഓഫ് അപ്രോക്സിമേറ്റ് ഈക്വൽ ഇൻറ്റൻസിറ്റി ദാറ്റ് മേ കോസ് കോൺഫ്ലിക്റ്റ് ഈസ് നോൺ ആസ്. ദ ഇൻഡിവിജ്വൽ ബോത്ത് പോസിറ്റീവ് വാലൻസ് ഓഫ് അപ്രോക്സിമേറ്റ് ഈക്വൽ ഇൻറ്റൻസിറ്റി ദാറ്റ് മേ കോസ് കോൺഫ്ലിക്റ്റ് ഈസ് നോൺ ആസ്. ഉത്തരം അപ്രോച്ച് കോൺഫ്ലിക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ചൈൽഡ് അണ്ടർസ്റ്റാൻഡ്സ് ദാറ്റ് ഒബ്ജെക്ട് കണ്ടിന്യൂ ടു എക്സിറ്റ് ഈവൻ വെൻ ദേ കനോട്ട് ബി പെർസീവ്ഡ് ഈസ് കോൾഡ് ഡാഷ്. The child understands that objects continue to exist even when they cannot be perceived is called dash. Answer object permanence. Object permanence. അടുത്ത ക്വസ്റ്റ്യൻ, the way in which each learner begins to concentrate, process and retains new complex informations are called dash. The way in which each learner begins to concentrate, process and retains new complex information are called dash. ഉത്തരം learning style. അടുത്ത ക്വസ്റ്റ്യൻ, a student scolded by the headmaster may hit his peers in the school. This is an example of. ഉത്തരം displacement. അടുത്ത ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് സ്യൂട്ടബിൾ എക്സ്പാൻഷൻ ഫോർ ടാറ്റ് ബൈ മോർഗൻ ആൻഡ് മുറെ. മോർഗന്റെയും മുറയുടെയും അഭിപ്രായത്തിൽ ടാറ്റ് എന്നതിന്റെ ഫുൾ ഫോം എന്താണ്? തിമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് എന്നതാണ്. ടാറ്റ് എന്നാൽ ഉത്തരം തിമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, എ സിസ്റ്റം ഓഫ് സ്കൂൾ ബേസ്ഡ് ഇവാലുവേഷൻ ഓഫ് സ്റ്റുഡൻസ് ദാറ്റ് കവേഴ്സ് ഓൾ ആസ്പെക്ട്സ് ഓഫ് സ്റ്റുഡൻസ് ഡെവലപ്മെന്റ്. അതായത് സ്റ്റുഡൻസിന്റെ എല്ലാ ഡെവലപ്മെന്റിനെയും കവർ ചെയ്യത്തക്ക രീതിയിലുള്ള സ്കൂൾ ബേസ്ഡ് ഇവാലുവേഷൻ ഏതാണ്? ഉത്തരം കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ. ഉത്തരം കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ലേണിംഗ് തിയറി ദാറ്റ് ഫോക്കസസ് ഓൺ റീഇൻഫോഴ്സ്മെന്റ് ഈസ്. അതായത് റീഇൻഫോഴ്സ്മെന്റിനെ ബേസ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ റീഇൻഫോഴ്സ്മെന്റ് എന്നത് ഒരു പർട്ടിക്കുലർ പോയിന്റായി വച്ചിരിക്കുന്ന തിയറി ഏതെന്നാണ് ചോദ്യം. ഉത്തരം സ്കിന്നേഴ്സ് ഓപ്പറന്റ് കണ്ടീഷനിങ്. സ്കിന്നറിന്റെ ഓപ്പറന്റ് കണ്ടീഷനിങ് എന്ന തിയറിയിലാണ് റീഇൻഫോഴ്സ്മെന്റ് അഥവാ പ്രബലനത്തെ പറ്റി പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ പീരിയഡ് ഡ്യൂറിംഗ് വിച്ച് the reproductive system matures can be termed as. The period during which the reproductive system matures can be termed as. ഉത്തരം puberty. According to Piaget's sensory motor stage, the object continue to exist even when they are hidden from view. This is termed as. ഒന്നുകൂടി പറയാം. അക്കോർഡിംഗ് ടു പിയാഷെ's സെൻസറി മോട്ടോർ സ്റ്റേജ് ദ ഒബ്ജെക്ട്സ് കണ്ടിന്യൂ ടു എക്സിറ്റ് ഈവൻ വെൻ ദേ ആർ ഹിഡൻ ഫ്രം വ്യൂ. ദിസ് ഈസ് ടേംഡ് ആസ്. ഉത്തരം ഒബ്ജക്റ്റീവ് പെർമനൻസ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ട്രേറ്റ് ഓഫ് ഗിഫ്റ്റഡ് സ്റ്റുഡൻറ്. താഴെ തന്നിരിക്കുന്നവയിൽ ഗിഫ്റ്റഡ് സ്റ്റുഡൻറ്റിൻ്റെ ഒരു ക്വാളിറ്റി അല്ലാത്തത് ഏതാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഓപ്ഷൻസ് ഒന്ന് നമുക്ക് പറയാം. ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ അൺയൂഷ്വൽ അലേർട്ട്നെസ്, എക്സലൻറ്റ് മെമ്മറി, റാപ്പിഡ് ലേണർ, സ്റ്റുപ്പിഡിറ്റി. ഇത് നാലുമാണ് ഓപ്ഷനിൽ തന്നിരിക്കുന്നത്. ഉത്തരം സ്റ്റുപ്പിഡിറ്റി.
അടുത്ത ക്വസ്റ്റ്യൻ, അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം ഇൻ വിച്ച് ഇൻഡിവിജ്വൽ ട്രൈസ് ടു ഡിഫെൻഡ് ഹിംസെൽഫ് ബൈ ബ്ലെയിമിംഗ് അതേഴ്സ് ഫോർ ഹിസ് ഓൺ ഫോൾട്ട്. അതായത് ഒരു അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസിൽ പറയുന്ന ഒരു ഇൻഡിവിജ്വല് തൻ്റെ കുറ്റം അത് മറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ബ്ലെയിമിംഗ് അതേഴ്സ് ഫോർ ഹിസ് ഓൺ ഫോൾട്ട്, നമ്മുടെ കുറ്റത്തിന് നമ്മൾ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുന്ന ഒരു ഇതിന് പറയുന്ന പേരെന്താണ്? ഉത്തരം പ്രൊജക്ഷൻ. ഉദാഹരണമായിട്ട് എക്സാമിന് മാർക്ക് കുറയുമ്പോൾ കുട്ടികൾ സാധാരണ താൻ പഠിക്കാത്തത് കൊണ്ടാണ് മാർക്ക് കുറഞ്ഞത് എന്നതിനെ മാറ്റി നിർത്തി ടീച്ചർ പഠിപ്പിച്ചത് മനസ്സിലാകാത്തതുകൊണ്ടാണ് മാർക്ക് കുറഞ്ഞത് എന്നുള്ള രീതിയിൽ കുറ്റം ടീച്ചറിൻ്റെ മേൽ കെട്ടിവെക്കുന്നു. അങ്ങനെയുള്ളൊരു ഇതിന് പറയുന്ന പേരാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ദ എബിലിറ്റി ടു കം അപ്പ് വിത്ത് ന്യൂ ഐഡിയാസ് ത്രൂ എ മെന്റൽ പ്രോസസ് ഓഫ് കണക്ടിങ് എക്സിസ്റ്റിംഗ് കൺസെപ്റ്റ്. ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം. ദ എബിലിറ്റി ടു കം അപ്പ് വിത്ത് ന്യൂ ഐഡിയാസ് through a mental process of connecting existing concepts. Answer, creativity. അടുത്ത ക്വസ്റ്റ്യൻ, the psychosexual development theory is proposed by psychosexual theory ആരാണ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്? ഉത്തരം സിഗ്മണ്ട് ഫ്രോയിഡ്. അടുത്ത ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു എറിക് എറിക്സൺ the psychosocial development stage of adolescent is related to. അതായത് എറിക് എറിക്സന്റെ അഭിപ്രായത്തിൽ സൈക്കോസോഷ്യൽ ഡെവലപ്മെന്റ് സ്റ്റേജ് അഡോളസെൻസിന്റെ സ്റ്റേജ് ഓഫ് അഡോളസെന്റ് എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? ഉത്തരം ഈഗോ ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ. ഉത്തരം ഈഗോ ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റീഅറേഞ്ച് ദ സ്റ്റെപ്സ് ഓഫ് മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി. മാസ്ലോവിൻ്റെ ആവശ്യങ്ങളുടെ ശ്രേണിയിലെ കുറച്ച് സ്റ്റെപ്സ് ആണ് താഴെ തന്നിരിക്കുന്നത്. 5 സ്റ്റെപ്സ്, ആവശ്യങ്ങളുടെ ശ്രേണിയിലെ 5 സ്റ്റെപ്സ് ആണുള്ളത്. അതും ഒരു പിരമിഡിൻ്റെ രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ആ സ്റ്റെപ്സ് 5 ഓർഡർ അനുസരിച്ച് എഴുതാനാണ് തന്നിരിക്കുന്നത്. നമുക്ക് ഓപ്ഷനിൽ തന്നിരിക്കുന്ന നീഡ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്, ഫിസിയോളജിക്കൽ നീഡ്സ്, ബിലോങ്ങിങ്നെസ് ആൻഡ് ലവ് നീഡ്സ്, സെൽഫ് എസ്റ്റീം നീഡ്സ്, സേഫ്റ്റി നീഡ്സ് ആണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷനിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് പിരമിഡിൻ്റെ മുകളിൽ നിന്ന് താഴേക്കുള്ള ഓർഡറിലാണ് ഇവർ ചോദിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആ രീതിയിൽ ഇതിനെ അറേഞ്ച് ചെയ്ത് കറക്റ്റായിട്ടുള്ള ഓർഡർ എഴുതാനാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ADCEB എന്നതാണ്. അതായത് ഫസ്റ്റത്തേത് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്, ദെൻ സെൽഫ് എസ്റ്റീം നീഡ്സ്, അതിനുശേഷം ബിലോങ്ങിങ്നെസ് ആൻഡ് ലവ് നീഡ്സ്, ദെൻ സേഫ്റ്റി നീഡ്സ്, ഫൈനലി ഫിസിയോളജിക്കൽ നീഡ്സ് ആണ്. അതായത് നമുക്കറിയാം പിരമിഡൽ ഷേപ്പിൻ്റെ ഫസ്റ്റ് നമ്മൾ താഴെ നിന്നാണ് നോക്കുന്നതെങ്കിൽ ആദ്യത്തേത് ഏതാണ്? ഫിസിയോളജിക്കൽ നീഡ്സ് ആണ്. പക്ഷേ ഓപ്ഷൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ആ പിരമിഡിൻ്റെ അതായത് ആ ഷേപ്പിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതിൻ്റെ മുകളിൽ നിന്നാണ് ഓർഡർ തന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കാം. അപ്പോൾ അത് വച്ചിട്ടുള്ള ഓർഡറാണ് നമ്മൾ എഴുതേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, ചൂസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ കോമ്പിനേഷൻസ് ഫ്രം ദ ഫോളോയിങ് ഫോർ ദ സ്റ്റേറ്റ്മെൻറ്റ് ലേണിംഗ് ഡിസേബിൾഡ് ചിൽഡ്രൻ യൂഷ്വലി ഹാവ്. അപ്പോൾ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളെ കുറിച്ചിട്ടുള്ള ഒരു 4 പോയിന്റ് തന്നിട്ടുണ്ട്. ഡിസോർഡേഴ്സ് ഓഫ് അറ്റൻഷൻ, പുവർ ഇൻ്റലിജൻസ്, പുവർ ടൈം ആൻഡ് സ്പേസ് ഓറിയൻറ്റേഷൻ ആൻഡ് അടുത്ത പോയിന്റായി തന്നിരിക്കുന്നത് പെർസെപ്ച്വൽ ഡിസോർഡേഴ്സ് എന്നതാണ്. ഇവയിൽ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളിൽ കണ്ടുവരുന്ന കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം A, C ആൻഡ് D. ഡിസോർഡേഴ്സ് ഓഫ് അറ്റൻഷൻ, പുവർ ടൈം ആൻഡ് സ്പേസ് ഓറിയൻറ്റേഷൻ ആൻഡ് പെർസെപ്ച്വൽ ഡിസോർഡേഴ്സ്, ഇത്രയുമാണ് ലേണിംഗ് ഡിസബിലിറ്റി ഉള്ളവരുമായി ബന്ധപ്പെട്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, സെലക്ട് ദ മേജർ ബെനിഫിറ്റ്സ് ഓഫ് ആൻ ഓപ്പൺ ബുക്ക് എക്സാം. ഓപ്പൺ ബുക്ക് എക്സാമിൻ്റെ ഏറ്റവും മേജർ ആയിട്ടുള്ള ബെനിഫിറ്റ് താഴെ പറഞ്ഞിരിക്കുന്നവയിൽ ഏതാണ് എന്നതാണ്. 4 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് പ്രൊമോട്ട്സ് തിങ്കിങ്. അടുത്ത ക്വസ്റ്റ്യൻ, സെലക്ട് ദ പേഴ്സൺ ഹൂ സ്റ്റേറ്റഡ് അഡോളസൻസ് ഈസ് എ പീരിയഡ് ഓഫ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, സ്ട്രോങ് ആൻഡ് സ്ട്രൈഫ്. അഡോളസൻ പീരീഡിനെ കുറിച്ചിട്ട് അത് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ്റെയും സ്റ്റോം ആൻഡ് സ്ട്രൈഫിൻ്റെയും കാലഘട്ടം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് ആരുടേതാണ് എന്നതാണ് ചോദ്യം. ഉത്തരം സ്റ്റാൻലി ഹൾ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the approach which is not suitable for classroom management and academic engagement. നമുക്ക് 4 അപ്രോച്ചുകൾ തന്നിട്ടുണ്ട്. അതിൽ ഏതാണ് ഒരു ക്ലാസ് റൂം മാനേജ്മെൻറ്റിന് അല്ലെങ്കിൽ അക്കാഡമിക് എൻഗേജ്മെൻറ്റിന് സ്യൂട്ടബിൾ അല്ലാത്തത് എന്നാണ് ചോദ്യം. ഉത്തരം ഗീവ് കോർപ്പറൽ പണിഷ്മെൻറ്റ്സ്, അതായത് ശാരീരികമായിട്ടുള്ള പണിഷ്മെൻറ്റ്സ് കൊടുക്കുക എന്നത് നമ്മുടെ ഒരു ക്ലാസ് റൂം മാനേജ്മെൻറ്റിന് സ്യൂട്ടബിൾ അല്ലാത്ത അപ്രോച്ചാണെന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഈ ടീച്ചിങ് ടെക്നിക് especially used in teachers pre-service education to train them teaching skill systematically is.
ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള പ്രീ സർവീസ് എഡ്യൂക്കേഷനിൽ അവരുടെ ടീച്ചിങ് സ്കിൽസ് സിസ്റ്റമാറ്റിക്കലി ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടീച്ചിങ് ടെക്നിക്ക് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓപ്ഷനിൽ ടീം ടീച്ചിങ്, മൈക്രോ ടീച്ചിങ് അങ്ങനെ കുറച്ചധികം ഓപ്ഷൻസും തന്നിട്ടുണ്ട്. ഇതിൽ പ്രീ സർവീസ് എഡ്യൂക്കേഷനിൽ ടീച്ചിങ് സ്കിൽസ് സിസ്റ്റമാറ്റിക്കലി ഡെവലപ്പ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ടെക്നിക് എന്ന് പറയുന്നത് ഉത്തരം മൈക്രോ ടീച്ചിങ് ആണ്. ഉത്തരം മൈക്രോ ടീച്ചിങ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഇൻഡിവിജ്വൽസ് പേഴ്സണാലിറ്റി ഈസ് ദ പ്രോഡക്റ്റ് ഓഫ്. ഒരു ഇൻഡിവിജ്വലിന്റെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് എന്തിൻ്റെ എല്ലാം പ്രോഡക്റ്റ് ആണ് എന്നതാണ് ചോദ്യം. ഉത്തരം ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെന്റ്. ഒരു ഇൻഡിവിജ്വലിന്റെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് പാരമ്പര്യത്തിന്റെയും ഒപ്പം തന്നെ പരിസ്ഥിതിയുടെയും പ്രോഡക്റ്റ് ആണ് എന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ അഡിക്റ്റീവ് യൂസ് ഓഫ് ലീഗൽ ആൻഡ് ഇല്ലീഗൽ സബ്സ്റ്റൻസസ് ബൈ അഡോളസൻസ് ഈസ് കോൾഡ്. അതായത് ലീഗൽ ആയിട്ടോ അല്ലെങ്കിൽ ഇല്ലീഗൽ ആയിട്ടോ ഉള്ള വസ്തുക്കളുടെ അഡിക്റ്റീവ് ആയിട്ടുള്ള യൂസ് ആരുടെ യൂസാണ്? അഡോളസൻസ് ഈ പറഞ്ഞ ലീഗൽ അല്ലെങ്കിൽ ഇല്ലീഗൽ സബ്സ്റ്റൻസ് അതിന് അഡിക്റ്റ് ആയ രീതിയിൽ ഉപയോഗിക്കുന്നതിന് പറയുന്ന പേരാണ് ഉത്തരം സബ്സ്റ്റൻസ് അബ്യൂസ് എന്നറിയപ്പെടുന്നു. സബ്സ്റ്റൻസ് അബ്യൂസ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ സ്റ്റഡി ഓഫ് പെർസെപ്ഷൻ ആൻഡ് ബിഹേവിയർ ഫ്രം ദ സ്റ്റാൻഡ് പോയിന്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽസ് റെസ്പോണ്ട് ടു കോൺഫിഗറേഷണൽ ഹോൾ ഈസ്. ഓപ്ഷൻസ് കൺസ്ട്രക്റ്റിവിസം, കോഗ്നിറ്റിവിസം, കണ്ടീഷനിങ് ആൻഡ് ഗസ്റ്റാൾട്ട് തിയറി. അതിൽ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഗസ്റ്റാൾട്ട് തിയറി. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് past memories inhibit an individual's full potential to retain new memories, it is referred as. Past memories inhibit an individual's full potential to retain new memories. It is referred as ഉത്തരം proactive interference. Proactive interference. അടുത്ത ക്വസ്റ്റ്യൻ, Levin's field theory can be expressed by the formulae. Levin's field theory can be expressed by the formulae. ഉത്തരം B is equal to F of P and E. അടുത്ത ക്വസ്റ്റ്യൻ, the curriculum constructed by Kerala State rooted on the ideas attributed in the National Curriculum Framework NCF is named as. നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കിന്റെ ചുവട് പിടിച്ച് നമ്മുടെ കേരള സ്റ്റേറ്റ് രൂപപ്പെടുത്തിയ ഒരു കരിക്കുലം കൺസ്ട്രക്ട് ചെയ്തിരുന്നു. അപ്പോൾ അതിന്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം KCF 2007. അടുത്ത ക്വസ്റ്റ്യൻ, ദ മേജർ കോമൺ പ്രോബ്ലം ഡ്യൂറിങ് അഡോളസൻസ്. ദ മേജർ കോമൺ പ്രോബ്ലം ഡ്യൂറിങ് അഡോളസൻസ്. ഉത്തരം ഐഡന്റിറ്റി ക്രൈസിസ്. ഐഡന്റിറ്റി ക്രൈസിസ്. അടുത്ത ക്വസ്റ്റ്യൻ, PWD ആക്ട് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ. PWD ആക്ട് വന്ന വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. 1995 1995 PWD ആക്ട് നിലവിൽ വന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സെലക്ട് ദ നെയിം ഹു പുട്ട് ഫോർവേഡ് ദ കൺസെപ്റ്റ് ഓഫ് അഡ്വാൻസ് ഓർഗനൈസർ. ഉത്തരം അസുബൽ. അടുത്ത ക്വസ്റ്റ്യൻ, വൺ ഷുഡ് ഹാവ് കോൺസ്റ്റന്റ് പ്രാക്ടീസ് ഇൻ വാട്ട് ഹാസ് വൺസ് ബീൻ ലേൺഡ്. ദിസ് ഇൻഡിക്കേറ്റ്സ്. അതായത് നമ്മുടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് തന്നിട്ട് അത് എന്തിനെയാണ് കുറിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വൺ ഷുഡ് ഹാവ് കോൺസ്റ്റന്റ് പ്രാക്ടീസ് ഇൻ വാട്ട് ഹാസ് വൺസ് ബീൻ ലേൺഡ്. ഉത്തരം ലോ ഓഫ് യൂസ്. അടുത്ത ക്വസ്റ്റ്യൻ, ആസ് എ ടീച്ചർ വാട്ട് ആക്ഷൻ വിൽ യു ടേക്ക് ടു ഹെൽപ്പ് എ സ്റ്റുഡൻറ് ഹാവിങ് സ്പീച്ചിങ് ഡിഫക്റ്റ്. സ്പീച്ച് ഡിഫക്റ്റ് ഉള്ള ഒരു കുട്ടിയെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ടീച്ചർ എന്ന നിലയ്ക്ക് നമ്മൾ ഏത് ആക്ഷനാണ് സ്വീകരിക്കുക എന്നതാണ്. താഴെ കുറച്ച് ആക്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് പ്രൊവൈഡ് സ്പെഷ്യൽ സിറ്റുവേഷൻസ് ഇൻ വിച്ച് ദ സ്റ്റുഡൻസ് കോൺഫിഡൻസ് ഈസ് ബിൽഡപ്പ്. അതായത് സ്റ്റുഡൻറ്റിൻ്റെ ഈ സ്പീച്ചിങ് ഡിഫക്റ്റ് ഉള്ള കുട്ടിയുടെ കോൺഫിഡൻസ് ലെവൽ ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യുകയാണ് ഒരു ടീച്ചർ എന്ന നിലയ്ക്ക് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മെയിൻ സ്ട്രീമിംഗ് ഇൻ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ മീൻസ്. ഉത്തരം പ്രോഗ്രസീവ്ലി ഇൻക്ലൂഡിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് എക്സെപ്ഷണൽ സ്റ്റുഡൻസ്. അടുത്ത ക്വസ്റ്റ്യൻ, കൗൺസിലർ പ്ലേസ് ആൻ ആക്റ്റീവ് റോൾ ഇൻ എ ക്ലയൻറ്റ്സ് ഡിസിഷൻ മേക്കിംഗ് ബൈ ഓഫറിംഗ് അഡ്വൈസ്, ഗൈഡൻസ് ആൻഡ് റെക്കമെൻഡേഷൻസ്. ദിസ് ടൈപ്പ് ഓഫ് കൗൺസിലിംഗ് ഈസ് നോൺ ആസ്. ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം. കൗൺസിലർ പ്ലേസ് ആൻ ആക്റ്റീവ് റോൾ ഇൻ എ ക്ലയൻറ്റ്സ് ഡിസിഷൻ മേക്കിംഗ് ബൈ ഓഫറിംഗ് അഡ്വൈസ്, ഗൈഡൻസ് ആൻഡ് റെക്കമെൻഡേഷൻസ്. ദിസ് ടൈപ്പ് ഓഫ് കൗൺസിലിംഗ് ഈസ് നോൺ ആസ്. ഉത്തരം പ്രെസ്ക്രിപ്റ്റീവ് കൗൺസിലിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ എബിലിറ്റി ടു തിങ്ക് അബൌട്ട് തിങ്കിങ് ഈസ് നോൺ ആസ്. ദ എബിലിറ്റി ടു തിങ്ക് അബൌട്ട് തിങ്കിങ് ഈസ് നോൺ ആസ്. ആൻസർ മെറ്റാകോഗ്നിറ്റീവ് തിങ്കിങ്. അടുത്ത ക്വസ്റ്റ്യൻ,
association is made between a behavior and a consequence for that behavior is closely related to. Association is made between a behavior and a consequence for that behavior is closely related to. Answer: operant conditioning. At the question, the term need for achievement is coined by. The term need for achievement is coined by. ഉത്തരം McClelland. At the question, intellectual activity can be viewed in a three-dimensional pattern. Intellectual activity can be viewed in a three-dimensional pattern. Who suggested this viewpoint? മുകളിൽ പറഞ്ഞിരിക്കുന്ന ആ വ്യൂ പോയിന്റ് ആരാണ് സജസ്റ്റ് ചെയ്തത്? ഉത്തരം ഗിൽഫോർഡ്. Which of the following is a developmental task of adolescence? താഴെ തന്നിരിക്കുന്നവയിൽ അഡോളസെൻസിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ടാസ്ക് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ്: ഓപ്ഷൻ എ ലേണിംഗ് ഫിസിക്കൽ സ്കിൽസ് നെസസറി ഫോർ ഓർഡിനറി ഗെയിംസ്. ഓപ്ഷൻ ബി അച്ചീവിംഗ് ഇമോഷണൽ ഇൻഡിപെൻഡൻസ് ഫ്രം എൽഡേഴ്സ്. ഓപ്ഷൻ സി ലേണിംഗ് സെക്സ് ഡിഫറൻസസ് ആൻഡ് സെക്ഷൽ മോഡസ്ട്രി. ഓപ്ഷൻ ഡി ഡെവലപ്പിംഗ് ഫണ്ടമെന്റൽ സ്കിൽസ് ഇൻ റീഡിംഗ്, റൈറ്റിംഗ് ആൻഡ് കാൽക്കുലേറ്റിംഗ്. ഉത്തരം ഓപ്ഷൻ ബി അച്ചീവിംഗ് ഇമോഷണൽ ഇൻഡിപെൻഡൻസ് ഫ്രം എൽഡേഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, സൈമൾട്ടേനിയസ് ഫോക്കസിംഗ് ഓൺ ടു സെപ്പറേറ്റ് ആക്ടിവിറ്റീസ് ഈസ് അതർവൈസ് നോൺ ആസ്. അതായത് ഒരേ സമയത്ത് രണ്ട് ആക്ടിവിറ്റീസിൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ളൊരു കഴിവ്, അതിന് പറയുന്ന മറ്റൊരു പേരെന്ത്? ഉത്തരം ഡിവിഷൻ ഓഫ് അറ്റൻഷൻ. ഉത്തരം ഡിവിഷൻ ഓഫ് അറ്റൻഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ദ പ്രിൻസിപ്പിൾസ് ഓഫ് റീഎൻഫോഴ്സ്മെന്റ് ആർ മോസ്റ്റ് സിമിലർ ടു ദ ഐഡിയ എക്സ്പ്രസ്ഡ് ഇൻ. ഉത്തരം ഡിസ്ക്രിമിനേഷൻ ലേണിംഗ്. അതായത് ഡിസ്ക്രിമിനേഷൻ ലേണിംഗിൽ പറഞ്ഞിരിക്കുന്ന ഐഡിയാസിന് സിമിലർ ആണ് റീഎൻഫോഴ്സ്മെന്റിന്റെ പ്രിൻസിപ്പിൾസ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇൻകറക്റ്റ് പെയർ? താഴെ തന്നിരിക്കുന്നവയിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള പെയർ ഏതാണ്? ഓപ്ഷൻ എ തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ്, ഗാർട്ട്നർ. ഓപ്ഷൻ ബി തിയറി ഓഫ് ക്ലാസിക്കൽ കണ്ടീഷനിങ്, പാവ്ലോവ്. ഓപ്ഷൻ സി തിയറി ഓഫ് മീനിങ്ഫുൾ റിസപ്ഷൻ ലേണിംഗ്, എസബൽ. ഓപ്ഷൻ ഡി തിയറി ഓഫ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ്, കോൾബർഗ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, തിയറി ഓഫ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ്, കോൾബർഗ്. ശരിക്കും തിയറി ഓഫ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് എറിക്സൺ ആണ്. അപ്പോൾ ഇവിടെ പേര് തെറ്റിച്ച് തന്നിരിക്കുന്നത് ഏതാണ്? തിയറി ഓഫ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ്, കോൾബർഗ് എന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മോട്ടിവേഷൻ കനോട്ട് ബി. ഓപ്ഷൻ എ ഒബ്സർവ്ഡ് ഡയറക്ട്ലി. ഓപ്ഷൻ ബി ഇൻഫേർഡ് ഫ്രം ബിഹേവിയർ. ഓപ്ഷൻ സി യൂസ്ഡ് ടു എക്സ്പ്ലെയിൻ ബിഹേവിയർ. ഓപ്ഷൻ ഡി യൂസ്ഡ് ടു പ്രെഡിക്റ്റ് ബിഹേവിയർ. ഉത്തരം ഓപ്ഷൻ എ ഒബ്സർവ്ഡ് ഡയറക്ട്ലി. അടുത്ത ക്വസ്റ്റ്യൻ, പ്രോക്സിമോ ഡിസ്റ്റൻസ് സീക്വൻസ് ഈസ് എ സീക്വൻസ് ഓഫ്. ഉത്തരം ഫിസിക്കൽ മോട്ടോർ ഡെവലപ്മെന്റ്. ഫിസിക്കൽ മോട്ടോർ ഡെവലപ്മെന്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹു ആർ ദ ത്രീ പാർട്ടിസിപ്പൻസ് ഇൻ ഫോർമേറ്റീവ് അസസ്മെന്റ്? ഫോർമേറ്റീവ് അസസ്മെന്റിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 പാർട്ടിസിപ്പൻസ് ആരൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ടീച്ചർ, പിയർ ആൻഡ് ലേണർ. ടീച്ചർ, പിയർ, ലേണർ. അടുത്ത ക്വസ്റ്റ്യൻ, കൺസെപ്റ്റ്സ് ആർ ഇമ്പോർട്ടൻറ്റ് ഇൻ. അതായത് താഴെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതിൽ കൺസെപ്റ്റ് ഏതിലാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്? ഓപ്ഷൻസ് ഒന്ന് വായിക്കാം. ലേണിംഗ് കമ്മ്യൂണിക്കേഷൻ, മോട്ടിവേറ്റിംഗ് ദ ലേണർ, തിങ്കിങ് പ്രോസസ്സ്, അച്ചീവ്മെന്റ് ഓഫ് ദ ലേണർ. ഇവിടെ നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് തിങ്കിങ് പ്രോസസ് ആണ്. അതായത് കൺസെപ്റ്റ്സ് ആർ ഇമ്പോർട്ടൻറ്റ് ഇൻ തിങ്കിങ് പ്രോസസ്. അടുത്ത ക്വസ്റ്റ്യൻ, ടെക്നോ പെഡഗോഗിക് കോമ്പിറ്റൻസി ഈസ്. ഉത്തരം എ സെറ്റ് ഓഫ് സ്കിൽസ് ഇന്റർവീവിംഗ് ടെക്നോളജി ഇൻ ടു സെർച്ചിങ് ബോത്ത് സയന്റിഫിക്കലി ആൻഡ് എസ്തെറ്റിക്കലി. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കണ്ടീഷൻസ് ഈസ് എസെൻഷ്യൽ ഫോർ ക്രിയേറ്റിവിറ്റി? ഓപ്ഷൻ എ ഫ്രീഡം. ഓപ്ഷൻ ബി കൺഫോമിറ്റി. ഓപ്ഷൻ സി കൺവേർജന്റ് തിങ്കിങ്. ഓപ്ഷൻ ഡി ഡിപെൻഡൻസി. ഉത്തരം ഓപ്ഷൻ എ ഫ്രീഡം. അടുത്ത ക്വസ്റ്റ്യൻ, ടാസ്ക് എഫക്റ്റീവ്നെസ് ഈസ് ഡെവലപ്ഡ് ബൈ യൂസിങ്. ടാസ്ക് എഫക്റ്റീവ്നെസ് ഈസ് ഡെവലപ്ഡ് ബൈ യൂസിങ്. ഓപ്ഷൻ എ കോൺഫറൻസ്. ഓപ്ഷൻ ബി സെമിനാർ. ഓപ്ഷൻ സി സിംപോസിയം. ഓപ്ഷൻ ഡി വർക്ക്ഷോപ്സ്. ഉത്തരം ഓപ്ഷൻ ഡി വർക്ക്ഷോപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ, മോറൽ ഡെവലപ്മെന്റ് ഈസ് റിലേറ്റഡ് ടു ആൻഡ് ഡിപ്പെൻഡ് അപ്പോൺ. ഉത്തരം ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്. അതായത് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് എന്നത് മോറൽ ഡെവലപ്മെന്റുമായി റിലേറ്റഡും ഒപ്പം തന്നെ മോറൽ ഡെവലപ്മെന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടറുമാണ് ഏത്? ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ഡെവലപ്പിംഗ് ഒബ്ജക്റ്റീവ്സ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ എസെൻഷ്യൽ? ഓപ്ഷൻസ്: എൻട്രി ബിഹേവിയർ,
ഓപ്ഷൻ ബി ടെർമിനൽ ബിഹേവിയർ, ഓപ്ഷൻ സി ബോത്ത് എൻട്രി ആൻഡ് ടെർമിനൽ ബിഹേവിയർ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഉത്തരം ഓപ്ഷൻ സി ബോത്ത് എൻട്രി ആൻഡ് ടെർമിനൽ ബിഹേവിയർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് മെമ്മറി ഹാസ് എ ബയോഗ്രാഫിക്കൽ റെഫറൻസ്? വിച്ച് ടൈപ്പ് ഓഫ് മെമ്മറി ഹാസ് എ ബയോഗ്രാഫിക്കൽ റെഫറൻസ്? ഉത്തരം എപ്പിസോഡിക്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയേഴ്സ് ഈസ് ഇൻകറക്റ്റ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയേഴ്സ് ഈസ് ഇൻകറക്റ്റ്? താഴെ കുറച്ച് പെയേഴ്സ് തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്ന്. ഓപ്ഷൻ എ SR തിയറി, അതായത് സ്റ്റിമുലസ് റെസ്പോൺസ് തിയറി, പാവ്ലോവ്. ഓപ്ഷൻ ബി ഫീൽഡ് തിയറി ഓഫ് ലേണിംഗ്, ലെവിൻ. ഓപ്ഷൻ സി സോഷ്യൽ ലേണിംഗ് തിയറി, ബ്രൂണർ. ഓപ്ഷൻ ഡി ട്രയൽ ആൻഡ് എറർ ലേണിംഗ്, തോണ്ടൈക്ക്. ഉത്തരം ഓപ്ഷൻ സി സോഷ്യൽ ലേണിംഗ് തിയറി, ബ്രൂണർ എന്നതാണ് ഇവിടെ ഇൻകറക്റ്റ് ആയിട്ടുള്ള പേര്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ചൈൽഡ് ഹാവിംഗ് ദ ഡിഫിക്കൽറ്റി ഇൻ പിക്കിംഗ് അപ്പ് ഒബ്ജക്റ്റ് ഈസ് സസ്പെക്റ്റഡ് ടു ഹാവ്, അതായത് ഒരു കുട്ടിക്ക് തൻ്റെ കൈകൊണ്ട് ഒബ്ജക്റ്റീവ്സിനെ എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അത് ഏത് ഡിഫക്റ്റ് ആണ്, അല്ലെങ്കിൽ ആ ഒരു ഡിഫിക്കൽറ്റിനെ നമ്മൾ പറയുന്ന പേരെന്ത്? ഉത്തരം ലോക്കോമോട്ടർ ഇമ്പയർമെൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, റെസ്പോൺസസ് വിച്ച് ആർ ഫോളോഡ് ബൈ സാറ്റിസ്ഫൈയിങ് ആഫ്റ്റർ എഫക്ട്സ് ടെൻഡ് ടു ബി ലേൺഡ് ഈസ്. ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം. റെസ്പോൺസസ് വിച്ച് ആർ ഫോളോഡ് ബൈ സാറ്റിസ്ഫൈയിങ് ആഫ്റ്റർ എഫക്ട്സ് ടെൻഡ്സ് ടു ബി ലേൺഡ് ഈസ്. ഉത്തരം ദ ലോ ഓഫ് എഫക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, വൺ വിൽ ഹാവ് മോർ ചാൻസസ് ഓഫ് ബീയിങ് സക്സസ്ഫുൾ ആസ് എ ടീച്ചർ. വൺ വിൽ ഹാവ് മോർ ചാൻസസ് ഓഫ് ബീയിങ് എ സക്സസ്ഫുൾ ആസ് എ ടീച്ചർ ഇഫ്. ഉത്തരം ഷീ ക്യാൻ ഓർഗനൈസ് ഹർ ടീച്ചിങ് ലേണിംഗ് ആക്ടിവിറ്റീസ് സിസ്റ്റമാറ്റിക്കലി ആൻഡ് കൺവേഴ്സ് ദ സെയിം എഫക്റ്റീവ്ലി. അതായത് ഒരു ഗുഡ് ടീച്ചർ എന്താണ്, ടീച്ചിങ് ലേണിംഗ് ആക്ടിവിറ്റീസ് അത് സിസ്റ്റമാറ്റിക്കലി ഓർഗനൈസ് ചെയ്യാനും ഒപ്പം തന്നെ അതേപോലെ തന്നെ എഫക്റ്റീവ്ലി അത് കുട്ടികളിലേക്ക് കൺവേ ചെയ്യാനും ആർക്ക് സാധിക്കണം? ടീച്ചർക്ക് സാധിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, ദ മെൻ്റൽ എബിലിറ്റി ടു അറേഞ്ച് തിങ്സ് ഇൻ ഓർഡർ ഈസ് നോൺ ആസ്. അതായത് നമുക്ക് എന്തെങ്കിലും കാര്യം അത് അതിൻ്റേതായ ഓർഡറിൽ അറേഞ്ച് ചെയ്യാനുള്ള ഒരു എബിലിറ്റി, മെൻ്റൽ എബിലിറ്റിക്ക് പറയുന്ന പേരെന്ത്? ഉത്തരം സീരിയേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷണൽ മാറ്റീരിയൽ ഈസ് യൂസ്ഡ് ഫോർ. ഉത്തരം കോഗ്നിറ്റീവ് ഒബ്ജക്റ്റീവ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് എ ടെസ്റ്റ് മെഷേഴ്സ് മാസ്റ്ററി ലെവൽ അച്ചീവ്മെന്റ് ഇൻ എ സബ്ജക്ട് ഇറ്റ് ഈസ് നോൺ ആസ്. ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം. ഇഫ് എ ടെസ്റ്റ് മെഷേഴ്സ് മാസ്റ്ററി ലെവൽ അച്ചീവ്മെന്റ്സ് ഇൻ എ സബ്ജക്ട് ഇറ്റ് ഈസ് നോൺ ആസ്. ഉത്തരം ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് ടെസ്റ്റ്. ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് ടെസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, A high positive transfer results when a high positive transfer results from, അതായത് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പോസിറ്റീവ് ട്രാൻസ്ഫർ ഉണ്ടാവും, നെഗറ്റീവ് ട്രാൻസ്ഫർ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹൈ പോസിറ്റീവ് ട്രാൻസ്ഫർ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. ഉത്തരം സ്റ്റിമുലൈ ആർ സിമിലർ ആൻഡ് റെസ്പോൺസസ് ആർ ഐഡന്റിക്കൽ. സ്റ്റിമുലൈ ആർ സിമിലർ ആൻഡ് റെസ്പോൺസസ് ആർ ഐഡന്റിക്കൽ. അടുത്ത ക്വസ്റ്റ്യൻ, ടു ഹെൽപ്പ് യങ് ചിൽഡ്രൻ ടു അക്വയർ പെർഫോമൻസ് സ്കിൽസ് ദ ടീച്ചർ ഷുഡ് സെറ്റ്. To help young children acquire performance skills, the teacher should set. ഉത്തരം മിനിമം സ്റ്റാൻഡേർഡ്സ് ഓഫ് പെർഫോമൻസ്. ഉത്തരം മിനിമം സ്റ്റാൻഡേർഡ്സ് ഓഫ് പെർഫോമൻസ്. അടുത്ത ക്വസ്റ്റ്യൻ, എ മാൻ റിഫ്ലെക്ട്സ് ഹിസ് ആങ്കർ ഫ്രം ഹിസ് ബോസ് ടു ഹിസ് ചൈൽഡ് ഈസ് an എക്സാമ്പിൾ ഓഫ്. എ മാൻ റിഫ്ലെക്ട്സ് ഹിസ് ആങ്കർ ഫ്രം ഹിസ് ബോസ് ടു ഹിസ് ചൈൽഡ് ഈസ് an എക്സാമ്പിൾ ഓഫ്. ഉത്തരം ഡിസ്പ്ലേസ്മെന്റ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രൊജക്റ്റീവ് ടെക്നിക്ക്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രൊജക്റ്റീവ് ടെക്നിക്ക്. താഴെ പറയുന്നവയിൽ പ്രൊജക്റ്റീവ് ടെക്നിക്ക് അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ റോഷാസ് ഇങ്ക്ബ്ലോട്ട് ടെസ്റ്റ്. ഓപ്ഷൻ ബി ടാറ്റ്. ഓപ്ഷൻ സി സെൻറ്റൻസ് കോമ്പറ്റീഷൻ ടെസ്റ്റ്. ഓപ്ഷൻ ഡി MMPI. ഉത്തരം ഓപ്ഷൻ ഡി MMPI. അടുത്ത ക്വസ്റ്റ്യൻ, ദ ട്രേറ്റ് അപ്രോച്ച് ടു പേഴ്സണാലിറ്റി അസ്യൂംസ് ദാറ്റ്. ദ ട്രേറ്റ് അപ്രോച്ച് ടു പേഴ്സണാലിറ്റി അസ്യൂംസ് ദാറ്റ്. ഉത്തരം ഈച്ച് ഇൻഡിവിജ്വൽ ഹാസ് സ്റ്റേബിൾ പേഴ്സണാലിറ്റി ക്യാരക്ടറിസ്റ്റിക്സ്. ഈച്ച് ഇൻഡിവിജ്വൽ ഹാസ് സ്റ്റേബിൾ പേഴ്സണാലിറ്റി ക്യാരക്ടറിസ്റ്റിക്സ്. അടുത്ത ക്വസ്റ്റ്യൻ, മൈൽഡ് മെൻ്റലി റിട്ടാർഡഡ് പീപ്പിൾ ഹാസ് IQs ഓഫ്. മൈൽഡ് മെൻ്റലി റിട്ടാർഡഡ് പീപ്പിൾസ് ഹാവ് IQs ഓഫ്. ഉത്തരം 55 to 69. 55 മുതൽ 69 വരെയുള്ള കുട്ടികൾ. IQ ലെവൽ 55 to 69 വരെയുള്ള കുട്ടികളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ എ പ്രൊജക്റ്റീവ് ടെസ്റ്റ് ഓഫ് പേഴ്സണാലിറ്റി ദ സ്റ്റിമുലസ് മസ്റ്റ് ബി. ഇൻ എ പ്രൊജക്റ്റീവ് ടെസ്റ്റ് ഓഫ് പേഴ്സണാലിറ്റി ദ സ്റ്റിമുലസ് മസ്റ്റ് ബി ഡാഷ്. ഉത്തരം ആംബിഗ്യസ് എന്ന് വെച്ചാൽ രണ്ടർത്ഥമുള്ളത് അല്ലെങ്കിൽ ദ്വയാർത്ഥമുള്ളതായിരിക്കും എന്ത് സ്റ്റിമുലസ് എന്ന് പറയുന്നത്.
അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ റീഹാബിലിറ്റേഷൻ പ്രോസസ്സ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ റീഹാബിലിറ്റേഷൻ പ്രോസസ്സ്? നമുക്ക് തന്നിരിക്കുന്നത് ഓപ്ഷൻ എ അസസ്മെൻറ്റ്, ആഫ്റ്റർ കെയർ, കോർഡിനേഷൻ ആൻഡ് ഇൻ്റർവെൻഷൻ ആണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത്. ഇതിൽ ഉത്തരം അസസ്മെൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ടീച്ചിങ് ഈസ്? ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ടീച്ചിങ് ഈസ്? ഉത്തരം നോയിങ് ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ ലേണർ. ഉത്തരം നോയിങ് ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ ലേണർ. അടുത്ത ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യനെയർ ഈസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് ടൂൾസ് ഫോർ മെഷറിംഗ് പേഴ്സണാലിറ്റി? Questionnaire is which of the following types of tools for measuring personality? Options: objective, projective, psychoanalytic. Option D subjective. ഉത്തരം ഓപ്ഷൻ ഡി സബ്ജക്റ്റീവ് ആണ്. പേഴ്സണാലിറ്റി മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂൾസിൽ ഈ ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ടൂൾ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എൻ്റെ ഉത്തരം എന്താണ്? സബ്ജക്റ്റീവ് ടൂൾ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ ഔട്ട്. താഴെ തന്നിരിക്കുന്നതിൽ ഓഡ് വൺ ഔട്ട് കണ്ടുപിടിക്കുക. ഓപ്ഷൻ എ ഫ്ലെക്സിബിലിറ്റി, ഓപ്ഷൻ ബി ഫ്ലുവൻസി, ഓപ്ഷൻ സി ഒറിജിനാലിറ്റി, ഓപ്ഷൻ ഡി പങ്ക്ച്വാലിറ്റി. ഉത്തരം ഓപ്ഷൻ ഡി പങ്ക്ച്വാലിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റാൻഫോർഡ് ബിനെറ്റ് സ്കെയിൽ മെഷേഴ്സ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആട്രിബ്യൂട്ട്സ് ഓഫ് ഇൻഡിവിജ്വൽ? സ്റ്റാൻഫോർഡ് ബെനറ്റ് സ്കെയിൽ മെഷേഴ്സ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആട്രിബ്യൂട്ട്സ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. സ്റ്റാൻഡേർഡ് ബിനെറ്റ് ടൂൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ ആപ്റ്റിറ്റ്യൂഡ്, ഓപ്ഷൻ ബി ക്രിയേറ്റിവിറ്റി, ഓപ്ഷൻ സി ഇൻ്റലിജൻസ്, ഓപ്ഷൻ ഡി പേഴ്സണാലിറ്റി. ഉത്തരം ഓപ്ഷൻ സി ഇൻ്റലിജൻസ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ ടൂൾ ഫോർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ്? താഴെ തന്നിരിക്കുന്നതിൽ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗിന് യൂസ് ചെയ്യുന്ന ടൂൾ ഏതാണ്? ഓപ്ഷൻ എ ഫോർമേറ്റീവ് ഇവാലുവേഷൻ, ഓപ്ഷൻ ബി സ്റ്റാൻഡേർഡ്സ് ഓർ നോംസ്, ഓപ്ഷൻ സി റിപ്പോർട്ട് ഡോക്യുമെന്റേഷൻ, ഓപ്ഷൻ ഡി സമ്മേറ്റീവ് ഇവാലുവേഷൻ. ഉത്തരം ഓപ്ഷൻ ഡി സമ്മേറ്റീവ് ഇവാലുവേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഒബ്ജക്റ്റീവ്സ് ബിലോങ്സ് ടു അഫക്റ്റീവ് ഡൊമൈൻ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഒബ്ജക്റ്റീവ്സ് ഈസ് ബിലോങ് ടു അഫക്റ്റീവ് ഡൊമൈൻ? ഓപ്ഷൻ എ developing favorable attitude towards social services, option B developing during comprehension, option C developing the skill of typing, option D developing a set of concepts. ഉത്തരം ഓപ്ഷൻ എ developing favorable attitudes towards social services. അടുത്ത ക്വസ്റ്റ്യൻ, മെന്റൽ ആക്ടിവിറ്റി ത്രൂ വിച്ച് വി ട്രാൻസ്ഫോം അവൈലബിൾ ഇൻഫർമേഷൻ ഇൻ ഓർഡർ ടു റീച്ച് എ കൺക്ലൂഷൻ ഈസ് കോൾഡ്. ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം. മെന്റൽ ആക്ടിവിറ്റി ത്രൂ വിച്ച് വി ട്രാൻസ്ഫോം അവൈലബിൾ ഇൻഫർമേഷൻ ഇൻ ഓർഡർ ടു റീച്ച് എ കൺക്ലൂഷൻ ഈസ് കോൾഡ്. ഉത്തരം റീസണിങ്. ഉത്തരം റീസണിങ്. അടുത്ത ക്വസ്റ്റ്യൻ, the primary responsibility of the teacher's adjustment lies with. The primary responsibility of the teacher's adjustment lies with. ഉത്തരം the teacher himself. ഉത്തരം the teacher himself. അടുത്ത ക്വസ്റ്റ്യൻ, which of the following is not a category in Gardner's hierarchy of learning? Which of the following is not a category in Gardner's hierarchy of learning? Options: option A chaining, option B concept learning, option B symbolic association, option D problem solving. ഉത്തരം ഓപ്ഷൻ സി സിംബോളിക് അസോസിയേഷൻ. മുകളിൽ തന്നിരിക്കുന്നവയിൽ സിംബോളിക് അസോസിയേഷൻ ആണ് ഗാർട്ട്നറുടെ ഹയറാർക്കി ഓഫ് ലേണിംഗ് കാറ്റഗറിയിൽ പെടാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, according to Piaget, the cognitive process that manages how we take in new information and incorporate that new information into our existing knowledge is options: accommodation, assimilation, shaping, ഇൻസൈറ്റ് എന്നിവയൊക്കെയാണ് ഓപ്ഷൻസ് ആയിട്ട് തന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ പിയാഷെയുടെ തിയറി അനുസരിച്ച് ഒരു വ്യക്തി പുതുതായി സ്വീകരിക്കുന്ന അറിവ്, ആ അറിവിനെ മുന്നേ നമ്മുടെ മനസ്സിലുള്ള, അതായത് നമ്മൾ പഠിച്ച എക്സിസ്റ്റിംഗ് നോളജുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കുന്ന രീതി, അല്ലെങ്കിൽ ബന്ധപ്പെടുത്തുന്ന ഒരു രീതിക്ക് പറയുന്ന പേരെന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം അസിമിലേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്ട്രാറ്റജി ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ? ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്ട്രാറ്റജി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ്: മൾട്ടി സെൻസറി ടീച്ചിങ്, പിയർ ട്യൂട്ടറിംഗ്, കോഓപ്പറേറ്റീവ് ലേണിംഗ്, ഓൾ ദ എബോവ്. ഉത്തരം ഓൾ ദ എബോവ്. അടുത്ത ക്വസ്റ്റ്യൻ, നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് NCF വാസ് ഫ്രെയിംഡ് ഇൻ
NCF ഫ്രെയിം ചെയ്തിരിക്കുന്നത് 2005 2005 NCF ഫ്രെയിം ചെയ്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കോൾബർഗ്സ് തിയറി ഈസ് ബേസ്ഡ് ഓൺ. കോൾബർഗിന്റെ തിയറി എന്തിനെ ബേസ് ചെയ്തിരിക്കുന്നു എന്നതാണ് ചോദ്യം. ഉത്തരം മോറൽ ഡെവലപ്മെന്റ്. കോൾബർഗിന്റെ തിയറി ബേസ് ചെയ്തിരിക്കുന്നത് മോറൽ ഡെവലപ്മെന്റിനെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, motivation comes from within the student or from factors inherent in the task being performed is called. Motivation question ഒന്നുകൂടി പറയാം. Motivation comes from within the student or from factors inherent in the task being performed is called intrinsic motivation. ഉത്തരം intrinsic motivation. അടുത്ത ക്വസ്റ്റ്യൻ, assessment that measures a student's performance based on a mastery of a specific set of skills. ഉത്തരം norm referred. അടുത്ത ക്വസ്റ്റ്യൻ, the personal and corporate rules that govern behavior within the context of a particular profession. Question, the personal and corporate rules that govern behavior within the context of a particular profession is ഉത്തരം professional ethics. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഡെവലപ്മെന്റൽ ടാസ്ക് ഓഫ് അഡോളസെന്റ്. താഴെ തന്നിരിക്കുന്നവയിൽ അഡോളസെൻസിന് വേണ്ടിയിട്ടുള്ള ഡെവലപ്മെന്റൽ ടാസ്ക് അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ഒന്ന് പറയാം. ഓപ്ഷൻ എ, ലേണിംഗ് ടു ഗെറ്റ് അലോങ് വിത്ത് ഫ്രണ്ട്സ് ഓഫ് ബോത്ത് സെക്സസ്. ഓപ്ഷൻ ബി, ബിക്കമിങ് മോർ സെൽഫ് സഫിഷ്യന്റ്. ഓപ്ഷൻ സി, മേക്കിംഗ് ഡിസിഷൻ അബൌട്ട് മാരേജ് ആൻഡ് ഫാമിലി ലൈഫ്. ഓപ്ഷൻ ഡി, ഗ്രാസ്പിംഗ് ലീഡ്സ് ടു അതർ ഫൈൻ മോട്ടോർ സ്കിൽസ്. ഉത്തരം ഗ്രാസ്പിംഗ് ലീഡ്സ് ടു അതർ ഫൈൻ മോട്ടോർ സ്കിൽസ്. സൈക്കോളജിയിലെ കുറച്ചധികം ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക്